ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബട്ടർ ചിക്കനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൻ്റെ ഫസ്റ്റുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടതിന് ശേഷം വേണം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. പുതിയ പാൻ എൻ്റെ അനിയൻ വാങ്ങി തന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു പാനാണ് കിട്ടിയത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം ബട്ടറിൽ വേണം നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. തിരിച്ചു മറിച്ചൊക്കെ ആയിട്ട് നന്നായിട്ട് പൊരിച്ച് എടുക്കണം. കൂടുതൽ പേര് ചിക്കൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ചിക്കൻ്റെ പല പല വെറൈറ്റി ഉണ്ട്. എന്നും ദിവസം ഒരു കറി തന്നെ ഉണ്ടാക്കാതെ ഇങ്ങനെ പല പല വെറൈറ്റീസ് നമ്മൾ പരീക്ഷിച്ച് നോക്കുക. ഞാൻ വലിയ കുക്കൊന്നുമല്ല, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ വെറൈറ്റീസ് പരീക്ഷിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അമ്മയാണ് ഫുൾ ടൈം അടുക്കളയിലുണ്ടാവുക. പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കാൻ മാത്രം ഞാൻ കയറുന്നതാണ്. അപ്പോൾ കസൂരി മേത്തി, ടൊമാറ്റോ സോസ്, ഫ്രഷ് ക്രീം, പിന്നെ ഉള്ളി, സവാള, തക്കാളി, അണ്ടിപ്പരിപ്പ്, അത്യാവശ്യത്തിന് പച്ചമുളക്, ബട്ടർ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ടത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ചിക്കൻ കറീനേക്കാട്ടും കൂടുതൽ ഇങ്ങനത്തെയൊക്കെ ഓരോ വെറൈറ്റീസാണ് പൊതുവേ ഇഷ്ടമുള്ളത്. എൻ്റെ ബ്രദേഴ്സിനാണെങ്കിൽ ഇങ്ങനത്തെ ചിക്കൻ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് ഒരു വെറൈറ്റി ട്രൈ ചെയ്യാൻ വേണ്ടി തന്നെ അടുക്കളയിൽ കയറിയത്. അപ്പോൾ അത്യാവശ്യം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ കടായിൽ തന്നെയാണ് ഞാൻ അടുത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത്. നമുക്കൊരു പാൻ മാത്രം മതി. കുറേ പാത്രങ്ങൾ കഴുകാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ തന്നെയാണ് അടുത്ത ഇൻഗ്രീഡിയൻസ് ഞാൻ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ ചിക്കനായിട്ട് ഞാൻ ഇതിലേക്ക് മാറ്റി വെക്കാൻ. നല്ല ബട്ടറിൽ വെന്ത ചിക്കനാണ്. ബട്ടറിലാണ് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഉള്ളി, പച്ചമുളക്, അണ്ടിപ്പരിപ്പ്, ഇത് മൂന്നും ഇട്ട് ഈ കടായിൽ ബട്ടർ കുറച്ചും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതനുസരിച്ച് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വെളിച്ചെണ്ണയോ വേറെ ഓയിലുകളോ ഒന്നും ആഡ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അടച്ച് വേവിക്കുക. ഉള്ളി നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഈ ബ്രൗൺ കളറായ ഉള്ളിയിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത്യാവശ്യത്തിന് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. വേറെ തണുത്ത വെള്ളം ഒന്നും ആഡ് ചെയ്യരുത്. ചൂടുവെള്ളം വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അത്യാവശ്യം ഒരു ചൂടുവെള്ളമൊക്കെ ആക്കാൻ വേണ്ടി അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി കാശ്മീരി ചില്ലി പൗഡറാണ്, പിന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് പിടിച്ചു വരണം. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഗ്രേവി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യത്തിന് ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി നമ്മൾ എന്ത് ചെയ്യണം, മിക്സീൻ്റെ ജാറിലിട്ട് ഇത് തണുത്ത് കഴിയുമ്പം നമുക്ക് അടിച്ചെടുക്കണം. പിന്നെ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ മിക്സീൻ്റെ ജാറിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു തിക്ക് ഗ്രേവി നമുക്ക് കിട്ടും. ഫൈനായിട്ടുള്ള ഒരു ഗ്രേവിയാണ്. ഈ ഗ്രേവിയാണ് നമ്മളെ ബട്ടർ ചിക്കൻ്റെ ഒരു മെയിൻ പാർട്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നേരം അതിലൊന്ന് ചിക്കനിലേക്കൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. ഇതിലേക്ക് കസൂരി മേത്തി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കസൂരി മേത്തി, അതേപോലെ തന്നെ ടൊമാറ്റോ സോസ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി കൂടുതൽ നിങ്ങൾക്ക് പുളിൻ്റെ കണ്ടൻറ്റ് അനുസരിച്ച് വേണം നമ്മൾ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കസൂരി മേത്തി ആഡ് ചെയ്തു. പിന്നെ ഫ്രഷ് ക്രീം, ആവശ്യത്തിന് ഫ്രഷ് ക്രീം, ഒരു തിക്ക് കൺസിസ്റ്റൻസി ഒക്കെ കിട്ടും. അപ്പോൾ ഫ്രഷ് ക്രീം ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മളുടെ നല്ലൊരു സ്മെല്ലൊക്കെ വരും. സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനത്തെ ഒരു കുഞ്ഞു ഐറ്റം വെച്ച് നമുക്ക് വീട്ടിൽ ഇത്ര ഇൻഗ്രീഡിയൻസൊക്കെ പെട്ടെന്ന് കിട്ടാവുന്നതാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ റെഡി ആയി കഴിഞ്ഞിരിക്കണം. നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ്. ഞാൻ വിചാരിച്ച പോലെയൊക്കെ തന്നെ വന്നു. അപ്പം എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫൈനലി ഫ്രണ്ട്സ്, എല്ലാം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.